പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബിന്ദു. ഞാൻ തലശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ 2024 മെയ് മാസം 30-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിദേശത്തേക്ക് തിരിച്ചു പോവുകയും അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരികയും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതാകുകയും പിന്നീട് എനിക്ക് ജോലി നഷ്ടപ്പെടുകയും എല്ലാം ചെയ്തൊരവസ്ഥയായിരുന്നു പിന്നീടുണ്ടായത്. അപ്പോൾ ഞാൻ അമ്മയോട്, പരിശുദ്ധ അമ്മേനോട് ചോദിച്ചു, അമ്മേ, ഞാൻ അമ്മയുടെ ഉടമ്പടിയിലുള്ളതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ അസുഖങ്ങൾ വന്നത്? ഇതുവരെ എനിക്കൊരു കുഴപ്പമില്ലാതിരുന്നതല്ലേ, ഇപ്പോൾ എന്താ എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോഴും പരിശുദ്ധ അമ്മ എന്നോട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ആ വിശ്വാസത്തിൽ വീണ്ടും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദിവസങ്ങളിങ്ങനെ കടന്നുപോയി. പിന്നീട് എനിക്ക് BP കൂടുതലായി. അങ്ങനെ BP കൂടുതലായിരിക്കുമ്പം തന്നെ ചെസ്റ്റ് പെയിന് വന്നു. 2-2.5 മാസത്തോളം റൂമിൽ തന്നെ ഇരുന്നു. വിസ പുതുക്കേണ്ട സമയമായി. എനിക്ക് പറ്റാത്തൊരു സാഹചര്യം വന്നു. വീണ്ടും ഞാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയെ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത്? അപ്പോൾ അമ്മ ഒരേ ഒരു മറുപടിയാണ് എന്നോട് പറയുന്നത്, ഈ ഉടമ്പടിയിൽ ഞാൻ നിനക്കൊന്നും തരില്ല, നീ ഉടമ്പടി പുതുക്കിയെടുത്തേ പറ്റൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മേ, ഞാൻ ഈ ഉടമ്പടി പുതുക്കിയെടുക്കണമെങ്കിൽ ഞാൻ നാട്ടിൽ വരണമെങ്കിൽ എങ്ങനെയാണ് ഞാൻ വരിക? അപ്പോഴും അമ്മ എന്നോട് പറഞ്ഞു, ഇതേ ഒരു മറുപടി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് വിഷമത്തിലായി. ഞാൻ വീണ്ടും ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നീ വീണ്ടും പ്രാർത്ഥിക്കുകയും ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അവളും ഉടമ്പടി എടുത്ത് ആണ് ഉടമ്പടിയിൽ അവളും പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വീണ്ടും വചനം ഞാൻ എടുക്കും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്, ഞാനാന്ന് എന്ന് പറയും. പിന്നെ ഇത് തന്നെയാണ് കാണുന്നത്. അപ്പം വീണ്ടും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പം ഞാൻ നാട്ടിൽ വരണമെങ്കിൽ അമ്മേ, എനിക്ക് വരാനുള്ള വഴി അമ്മ മാതാവ് എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞ് അങ്ങനെ നാട്ടിൽ വരാനുള്ള വഴിക്കായിട്ട് ഇവിടെ മുഖം കാണിച്ചു തന്നുകൊണ്ടേയിരുന്നു കൂടെ. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, അമ്മ മാതാവ് കാണിച്ചു തരുന്ന മുഖം നിൻ്റെയാണ്, നീ ഇടപെടണം, നീ എനിക്ക് എന്താണെന്ന് ചെയ്തു തന്ന് എന്നെ നാട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവളെനിക്ക് പൈസ അയച്ചു തന്നു. എൻ്റെ വീട്ടിൽ നിന്നും പൈസ അയച്ചു തന്നു. ഞാനിവിടെ എത്തുകയും എനിക്ക് BP നല്ല കൂടുതലായതിനാൽ വന്ന് പിറ്റേ ദിവസം തന്നെ ബ്ലഡ് ടെസ്റ്റുകളും BPയും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഹൈ ലെവലാണ് എല്ലാ ടെസ്റ്റുകളും ഉള്ളത്. പെട്ടെന്ന് ഞങ്ങൾ കാർഡിയോളജിസ്റ്റിനെ കാണിക്കാൻ പോയി. കാർഡിയോളജിസ്റ്റ് കണ്ടപാട് പറഞ്ഞു, ECG എടുക്കണം, എക്കോ എടുക്കണം എന്ന് പറഞ്ഞു. ECG എക്കോയും എടുത്തു. രണ്ടിനകത്തും നല്ല വേരിയേഷനും കംപ്ലൈൻറ്റും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു TMT ചെയ്യണം. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു കണ്ടീഷനിലല്ല ഉള്ളത്, നിങ്ങൾ കൊളാപ്സായി പോകും, അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. 3 ദിവസത്തെ മെഡിസിൻ കഴിക്കാം, 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വരാൻ പറഞ്ഞു. അങ്ങനെ മെഡിസിൻ വാങ്ങി ഞാൻ വീട്ടിൽ വന്ന് വീണ്ടും ഞാൻ അമ്മ മാതാവിനോട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്കൊന്നും വരുത്തരുതേ, എന്നെ കാത്തോളണം, ചെറിയ മരുന്നിൽ തീരുന്നത് പോലെ ആക്കി തരണമെന്ന് പറഞ്ഞു. വീണ്ടും 2-3 ദിവസം കഴിഞ്ഞപ്പം ഡോക്ടറെ അടുത്ത് വീണ്ടും പോയി TMT ചെയ്യാൻ പോയി. TMT ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ പകുതി ചെയ്തപ്പം തന്നെ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, കുഴഞ്ഞു വീണു, ക്ഷീണമായി. അപ്പം TMTയും പോസിറ്റീവായി, നല്ല ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അപ്പാട് പറഞ്ഞു, എമർജൻസി ആയിട്ട് ഇപ്പം തന്നെ ആൻജിയോഗ്രാം ചെയ്യണം, അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുമെന്ന്. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഞാൻ എന്തായാലും ഈ ആൻജിയോഗ്രാം ചെയ്യാൻ ഇപ്പോൾ തയ്യാറല്ല, ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരും, അമ്മ എനിക്ക് എന്ത് മറുപടി തരുന്നോ ആ മറുപടി ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് രാത്രി തന്നെ കൃപാസനത്തിൻ്റെ വണ്ടി തലശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുണ്ടായിരുന്നു, ചെറുപുഴ വഴി വരുന്ന ബസ്സാണ്. ആ ബസ്സിൽ ഞങ്ങൾ ബുക്ക് ചെയ്തു. ഞാനും എൻ്റെ ചെറിയ മോനും കൂടി ഇവിടെ എത്തി. വന്ന് ഉടമ്പടി, ഞാൻ പുതിയ ഉടമ്പടി തന്നെ എടുത്തു. അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ തൈലം തന്നു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി. അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നീ ആൻജിയോഗ്രാം ചെയ്യാതെ പോയാൽ നിൻ്റെ ജീവന് തന്നെ ആപത്താണ്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഞാൻ തിരിച്ചു പോന്നു. എന്തായാലും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് അനുഗ്രഹിച്ച് തിരിച്ച് ഞാൻ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ ക്ഷീണം വന്നു, നെഞ്ചുവേദന വന്നു, കൊളാപ്സായി. ഹോസ്പിറ്റലിൽ എമർജൻസി ആയിട്ട് കൊണ്ടുപോയി. ചെല്ലുമ്പോൾ വീണ്ടും ECG വേരിയേഷൻ, എമർജൻസി ആയിട്ട് ആൻജിയോഗ്രാം ചെയ്യാൻ കൊണ്ടുപോയി.
കൊണ്ടുപോയി അവിടുന്ന് ചെയ്യുമ്പോഴും ഞാൻ മാതാവിനോടൊന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, മാതാവേ സർജറിക്കൊന്നും എന്നെ ഇടയാക്കരുത്, എനിക്ക് തിരിച്ചു പോകണം, ഈ മാസം തന്നെ എനിക്ക് തിരിച്ചു പോകണം, ജോലിക്ക് കയറണം, എനിക്കിങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഒരുപാട് കടങ്ങളായി, എനിക്ക് മുമ്പോട്ട് പോയേ പറ്റൂ, എൻ്റെ മക്കൾ എല്ലാം ഞാൻ മാതാവിൻ്റെ മുമ്പിൽ പറഞ്ഞു. അമ്മ മാതാവ് ഇടപെട്ട് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഒരു സൈഡ് ചെയ്യുമ്പോൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, ബിന്ദു പ്രതീക്ഷിച്ച പോലെ ഒന്നുമില്ല, ഇതിലൊന്നും ഇപ്പോൾ കാണുന്നില്ല, ക്ലീനായിട്ടാണ് കാണുന്നത്. രണ്ടാമത്തെ സൈഡ് ചെയ്യുമ്പോൾ അതിലൊരു ചെറിയ ബ്ലോക്ക് മാത്രം കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തോ ഒരു മിറൈക്കിളാണ് ഇതിൻ്റെ അകത്ത് സംഭവിച്ചത്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഇതിൻ്റെ അകത്തില്ല, എന്തോ ഒന്ന് സംഭവിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഡോക്ടറോട് പറഞ്ഞില്ലേ എനിക്ക് 2 ദിവസത്തെ മെഡിസിൻ തരുമോ? ഞാൻ പോയത് നേരെ കൃപാസനത്തിലായിരുന്നു, അമ്മ മാതാവിൻ്റെ അടുത്തായിരുന്നു. അമ്മ മാതാവിനെ കണ്ടു, അനുഗ്രഹം കിട്ടി, തിരിച്ചു വന്നു. ഇപ്പോൾ മെഡിസിനും കൊണ്ട് മാത്രം മാറുന്ന രൂപത്തിലായി. ഡോക്ടർ പറഞ്ഞു ചിലവ് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പോയി അമ്മ മാതാവിൻ്റെ മുമ്പിൽ പോയിട്ട് നന്ദി പറഞ്ഞിട്ട് വന്നതിന് ശേഷം എന്ത് വേണമെങ്കിലും ചെയ്യാം. വീണ്ടും ഈ കഴിഞ്ഞ ദിവസം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, തിരിച്ച് നിനക്ക് ഈ മാസം തന്നെ പോകാം. ഞാൻ മാതാവിനോടൊന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ഈ മാസം തന്നെ എനിക്ക് തിരിച്ചു പോവുകയും ചെയ്യണം. അപ്പോൾ അതിനുള്ള അവസരം എനിക്ക് തന്നു. ഈ മാസം 30-ാം തീയതി ഈവനിങ് ഫ്ലൈറ്റ് 7 മണിക്ക് ആണ് ഞാൻ തിരിച്ച് ബഹ്റിനിലേക്ക് തന്നെ പോവുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ പറയുകയാണ്. എൻ്റെ ഭർത്താവ് ഹിന്ദുവായിരുന്നു. ഞാൻ പ്രാർത്ഥനകൾ ചെല്ലുമ്പോഴൊന്നും ഒരിക്കലും അവർ എൻ്റെ അടുത്ത് വന്നിരിക്കാറോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്രാവശ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പം തന്നെ എൻ്റെ കൂടെ തന്നെ വന്നിരിക്കുന്നു. ആദ്യം കുറച്ച് അകലെയിരുന്നു, പിറ്റേ ദിവസമായപ്പോൾ മക്കളും എല്ലാവരും ഉണ്ട്. ഞാനിരിക്കുന്ന പ്രാർത്ഥന റൂമിനകത്തേക്ക് ഇവർ വരുന്നു. അപ്പം ഞാൻ ചോദിച്ചെന്താ? ഇല്ല, ഞങ്ങളും പ്രാർത്ഥിക്കാൻ വരികയാണ്. അങ്ങനെ അന്നു മുതൽ ഇന്നലെ വരെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയും ജപമാല ചെയ്യുന്നതും എല്ലാം ഒരുമിച്ച്. അവർക്കറിയില്ലെങ്കിലും പുസ്തകങ്ങൾ ഞാൻ വാങ്ങിക്കൊടുത്തു. അത് നോക്കി നോക്കി അവർ ചെല്ലാൻ തുടങ്ങി. എനിക്ക് ഇത്രയും വലിയൊരു അത്ഭുതം തന്ന അമ്മ മാതാവിനെ വിട്ടു പോകാൻ ഇനി ആവൂല എന്നുള്ള ഇതിലാണ് പറയുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാൻ ഈ മാസം 30-ാം തീയതി തിരിച്ച് ബഹ്റിനിലേക്ക് പോവുകയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും തരണമെന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അമ്മ മാതാവിനും എല്ലാവർക്കും കോടാനുകൂടി നന്ദി, തിരുക്കുമാരനും കോടാനുകൂടി. ഒപ്പം എന്നെ സഹായിച്ച എൻ്റെ ഈ സുഹൃത്തിനും കോടാനുകൂടി അനുഗ്രഹങ്ങളും മാതാവ് ഇനിയും കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും. കർത്താവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. സങ്കീർത്തകൻ പറയുന്നുണ്ട്, കർത്താവാണ് എൻ്റെ പ്രകാശവും രക്ഷയും എൻ്റെ ജീവൻ്റെ സംഗീതവും, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവാണ് നമ്മുടെ പ്രകാശം, നമ്മുടെ രക്ഷ, നമ്മുടെ ജീവൻ്റെ സംഗീതം. നമ്മൾ ആരെയും അപ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് സങ്കീർത്തകളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സഹോദരിയുടെ വലിയൊരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളിവിടെ കേട്ടത്. പല ഭയപ്പാടുകളിലൂടെയും കടന്നു പോകുമ്പോൾ നെഞ്ചുവേദന വരുന്നു, അതിന് ആൻജിയോഗ്രാം ചെയ്യുന്നു. അപ്പോൾ പലപ്പോഴും അത് വലിയൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും പരിശുദ്ധ അമ്മയിലൂടെ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടുള്ള സൗഖ്യമാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഓപ്പറേഷൻ ഇല്ലാതെ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകേണ്ട വ്യക്തി പരിശുദ്ധമ്മയോട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് തിരിച്ചു പോയേ പറ്റുകയുള്ളൂ, എനിക്ക് അല്ലാതെ വേറൊരു മാർഗമില്ല, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും തുറന്നു തരണമേ എന്നുള്ള ഹൃദയത്തിൻ്റെ ഒരു വലിയൊരു വിശ്വാസത്തിലാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായും പരിശുദ്ധ അമ്മ അവിടെ ഇടപെട്ടുകൊണ്ട് ഈ മകളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും വളരെ സഹായത്തിന് അയക്കുന്നു. അതുകൂടാതെ ഈ ടെസ്റ്റുകളും കാര്യങ്ങളും TMD ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ കുഴഞ്ഞു വീഴുന്നു. പക്ഷെ പിന്നീട് അതായത് എല്ലാം കാണിക്കുന്ന ടെസ്റ്റുകളൊക്കെ എല്ലാം വലിയൊരു ഓപ്പറേഷനിലേക്ക് കടന്നു പോകാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളതാണ്. പക്ഷെ അവിടെയും പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസവും നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ ശക്തമായിട്ട് നിൽക്കുമ്പോൾ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും ഏതൊക്കെ തകർച്ച വന്നാലും കണ്ണുനീരാണേലും ഏകാന്തതയാണേലും ഒറ്റപ്പെടലാണേലും രോഗമാണേലും കടബാധ്യതയാണേലും അത് കർത്താവ് എടുത്തു മാറ്റും എന്നുള്ളതാണ്. അതാണ് വിശ്വാസത്തിൻ്റെ നിറവ്. പൂർണ്ണമായിട്ടും കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഒറ്റ കാര്യമുള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. യോഹന്നാൻ്റെ 2:5. അപ്പോൾ ബൈബിൾ വചനം മുഴുവൻ കിടക്കുന്ന കാര്യങ്ങളും അവൻ പറഞ്ഞ കാര്യങ്ങളാണ്, ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈശോ അരുളി ചെയ്ത കാര്യങ്ങളാണ് ഈ വചനത്തിൽ കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ വചനം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ ഉടമ്പടി പ്രമേയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബൈബിൾ വായന മുടക്കരുതെന്ന് പറയുന്നൊരു കാര്യമാണ്.
ഈ വചനം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ ഭാഗ്യവാന്മാരായി തീർന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ പരിശുദ്ധമ്മയുടെ വലിയ അനുഗ്രഹം ഈ മകളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. അമ്മ മാതാവിലൂടെ ദൈവനാമം മഹത്വപ്പെട്ടതിന് കർത്താവിനെ കരങ്ങളടിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.